എന്തായാലും ഈ തൊഴിലാളികളെ കൊണ്ട് ഇറക്കില്ല ഈ നിലയ്ക്ക് സജോ. അപ്പോൾ ഈ തൊഴിലാളികളെ കൊണ്ട് ഇറക്കില്ല എന്നുള്ളത് വ്യക്തമാണ്. തൊഴിലാളികൾ ഇനി അവിടെ നിന്നിട്ടും കാര്യമില്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ, അതായത് ഈ ഇവരെ വെച്ച് ഇതിപ്പോ ഇറക്കാൻ നിങ്ങൾക്ക് ചേട്ടാ, എനിക്ക് ഇവരോട് ഒരു വിരോധമില്ല. ഇവരിറക്കിക്കോട്ടെ. ഞാൻ പറയുന്ന ഗൈഡ് ലൈനിൽ ഇവരിറക്കുവാണെങ്കിൽ ഇറക്കിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. അതിന് യാതൊരു വിരോധമില്ല. നമുക്ക് ആ ഗൈഡ് ലൈൻ അങ്ങനെ നിങ്ങൾക്ക് അത് പ്രയാസമായിരിക്കും. അങ്ങനെയാണോ? ഞങ്ങൾ ഇറക്കൂത്. ഇദ്ദേഹം ലൈവായിട്ട് ഓരോ ക്ലാസ് ഇറക്കുന്നതും ഇത് പിടിച്ചോട്ടെ, ഞങ്ങൾ ഭംഗിയായിട്ട് ഇറക്കാം. ഒരു പൊട്ടൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നഷ്ടപരിഹാരം കൊടുക്കും. ഇദ്ദേഹം പറയുന്ന പൈസ അങ്ങ് കൊടുക്കും. അറിയോ? ഇദ്ദേഹം പറയുന്ന പൈസ അങ്ങനെയാണെങ്കിൽ അതൊരു എഗ്രിമെന്റ് ആക്കാമല്ലോ സജോ ദേവസ്യ. പറയുന്ന പൈസ കൊടുക്കാൻ അവർ തയ്യാറാണ്. പൊട്ടിയാൽ ഇദ്ദേഹത്തിന് സുരക്ഷിതമായി സാധനം കിട്ടിയാൽ പോരെ. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞോട്ടെ ചേട്ടാ. ചേട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ ഇടയിൽ കയറിയോ? കാര്യം ചോദിക്കട്ടെ, അല്ല നമുക്ക് ഈ ലോറിയുടെ ഇവിടുന്ന് ഇല്ല, ഞാനും ചേട്ടൻ തെറ്റിദ്ധരിച്ചപ്പോ ഞാൻ ഇടയിൽ കയറിയോ? സ്റ്റേഷനിൽ പോയി ഞങ്ങൾ പോയപ്പോ അല്ല സ്റ്റേഷനിൽ മരട് സ്റ്റേഷനിൽ ഞങ്ങൾ എസ് ഐയോട് സംസാരിച്ചാണ് ഇത് പൊട്ടിക്കഴിഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്യണം. അപ്പൊ അവര് ഞങ്ങളോട് പറഞ്ഞ എസ് ഐയുടെ മുന്നിൽ നിന്ന് പറഞ്ഞത് 1-2 പൊട്ടും, ടൈലും ഗ്ലാസ്സിന് പൊട്ടും, അതിൽ ഞങ്ങൾ നഷ്ടം സഹിക്കില്ല എന്നാണ്. അപ്പൊ ഞങ്ങൾ സഹിക്കണോന്നാണ് ഞങ്ങൾ ചോദ്യം. ഇപ്പൊ ഇവരിവിടെ നിങ്ങൾ മീഡിയക്കാർ വന്നപ്പോ നിങ്ങളെ മീഡിയയുടെ പ്രസൻസില് ഇവരിപ്പോ പറയുന്നത് ഇവർ പറയുന്നത് ആ അവര് തരുന്നതാണ്. നേരത്തെ അങ്ങനെയല്ല പറഞ്ഞത്. എസ് ഐയുടെ മുന്നിൽ വെച്ച് ചേട്ടാ എനിക്ക് നുണ പറയേണ്ട ആവശ്യമില്ല ചേട്ടാ ഞാൻ കഷ്ടപ്പെട്ട് തന്നെയാ ഇവിടെ വരെ എത്തിയത്. ഇതൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ കഷ്ടപ്പെട്ട് തന്നെയാ ചേട്ടാ ഞങ്ങളാരും പൈസ ഞങ്ങളാരും യൂസഫ് അലിയുടെ പോലെ വലിയ ബിൽഡേഴ്സ് ഒന്നല്ല. ഇവര് ലോറിയിൽ നിന്ന് താഴെ ഇറക്കി വെക്കുള്ളൂ. അവിടെ നിന്ന് ഞങ്ങളുടെ ആൾക്കാർ ഇറക്കി അകത്ത് കയറ്റണം. അപ്പൊ കയറ്റുമ്പോൾ ഇവർക്ക് ബുദ്ധിമുട്ടില്ല. സാറേ ഞങ്ങൾ ഭംഗിയായിട്ട് ഞങ്ങൾ പറഞ്ഞ ഞങ്ങൾ ചെയ്തു കൊടുക്കും. സ്റ്റേഷനിൽ ഞാൻ ഉണ്ടായിരുന്നതാ. അന്ന് ഞാൻ പോയാളാ. ചേട്ടനുണ്ട്. ഈ ചേട്ടൻ അവിടെ വന്നിട്ട് പോലുമില്ല. ഫസ്റ്റ് ഡേ ഈ ചേട്ടൻ വന്നിട്ട് പോലുമില്ല. പിന്നെയാണ് കഥ പറയണത്. ഞങ്ങൾ ചൂടായി പറയുന്നത്. അദ്ദേഹം പറയുന്ന നഷ്ടപരിഹാരം ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അത് പറഞ്ഞില്ലത് അറിയാവോ? ഞങ്ങൾ ഡിമാൻഡ് പറയാം. ഗ്ലാസ് ഇറക്കി അകത്തെടുത്ത് വെച്ച് തരണം. പ്ലസ് സിസ്റ്റമാറ്റിക് ആയിട്ട് സാധനം ഹാൻഡിൽ ചെയ്യണം. ഷൂ ഇട്ട് ഗ്ലാസ് ക്യാച്ചർ വെച്ചിട്ട് അകത്തെടുത്ത് വെച്ച് തരണം. ഞങ്ങൾ റെഡിയായി. ഇപ്പം ഡീൽ ക്ലോസ് ചെയ്യാം. ഒരു കുഴപ്പമില്ല. ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇവിടെ ഇറക്കി വെച്ചിട്ട് ഞങ്ങൾ വേറെ പണിക്കാരെ ഇറക്കണം. അപ്പൊ അവരെടുക്കുമ്പോൾ ഇവർക്ക് കുഴപ്പമില്ല. അതെങ്ങനെ ശരിയാവുന്നേ? എഗ്രിമെന്റ് ആരുമായിട്ട്? ഈ കണ്ടതിന്റെ മുഴുവൻ ലോഡുകളും ഇറക്കിയ ആളുകളെ ഞങ്ങൾ ഇത് ഇറക്കിയതിന്റെ മുഴുവൻ ഞങ്ങൾ ഇത് പൊട്ടിപ്പോയിട്ടില്ലത്. ന്യായം പറയാ അതിന് വേണ്ടിട്ട് പറയാ. ഈ ചേട്ടൻ അവിടെ ഇല്ലായിരുന്നു. ആ ചേട്ടനാണ് ഇവിടെ നടന്ന് ആരാണ് ചൂടായെന്ന് അഭിപ്രായം. ഈ ചേട്ടൻ വന്നിട്ട് പോലുമില്ല. നമ്മുടെ യൂണിയന്റെ ആളോട് ചോദിച്ചോട്ടെ, ഇദ്ദേഹം പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ, അങ്ങനെ ഒരു എഗ്രിമെന്റ് വെച്ച് നമുക്ക് ഇത് തീർക്കാൻ പറ്റും. അദ്ദേഹം പറയുന്ന വെച്ചാൽ നമ്മൾ ഷൂ വിട്ട് ഇതൊക്കെ ഇട്ട് ചെയ്യണമെന്നല്ലല്ലോ പറഞ്ഞത്. എന്തിനാ ഞങ്ങളുടെ സുരക്ഷിതത്വം ഞങ്ങൾ നോക്കിക്കോളാം. ഇദ്ദേഹം അതിന് വേണ്ടിയിട്ട് വെറിയിടാണ്ട് ഒരു കാര്യമില്ലത്. ഇദ്ദേഹത്തിന്റെ മുതൽ പൊട്ടിയാലോ അത് ഞങ്ങൾ മുതലിന് കൊടുക്കും. എന്തെങ്കിലും ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈസ ഞങ്ങൾ കൊടുക്കും. അതെ ഞങ്ങൾ പൂളിലെ തൊഴിലാളികൾ. ഞങ്ങളെ പൂൾ ഏരിയയാണിത്. ഈ കാണുന്ന ബിൽഡിങ്ങിന്റെ മുഴുവൻ വർക്കുകൾ ഞങ്ങളാ ചെയ്തത്. ഈ ഇതിന്റെ മുഴുവൻ ക്ലാസിന്റെ വർക്കുകളും ചെയ്ത തൊഴിലാളികളെ ഞങ്ങൾ. ഇവിടുത്തെ CITU ചുമട്ട് തൊഴിലാളി യൂണിയനാണ്. അവരുടെ പൂൾ ഏരിയ ആണ്. അവരുടെ വർക്ക്, അതായത് ഇവിടുത്തെ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ഇവരുടെ പറയുന്നത്. നിലവിൽ പോലീസിൽ പരാതി കൊടുത്തു. അവർ ഇരു കൂട്ടരും മധ്യസ്ഥ. ഇവിടെ ഈ ടഫൻ ഗ്ലാസ് ലോഡ് 3 ദിവസമായി കിടക്കുകയാണ്. ചൊവ്വാഴ്ച കൊണ്ടുവന്ന ലോഡാണ്. ചൊവ്വാഴ്ച കൊണ്ടുവന്ന ലോഡാണ്. ഇവർ പറയുന്നത് മർദ്ദിക്കും, ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുമെന്ന് അവർ പറയുന്നു. അങ്ങനെ പറഞ്ഞില്ല എന്ന് ഇവർ പറയുന്നു. എന്തായാലും ചൊവ്വാഴ്ച വന്ന ലോഡാണ്. ഇന്ന് വരെ, ഈ സമയം വരെ ഈ ലോഡ് പുറത്തിറങ്ങിയിട്ടില്ല. നേരെ എതിർഭാഗത്ത് കാണുന്നത് അവരുടെ വർക്ക് സൈറ്റാണ്. അവർ ഇന്റീരിയൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അവരുടെ വർക്ക് സൈറ്റിലേക്ക് കൊണ്ടുവന്ന ലോഡാണ്. ഇത് ഇറക്കി അവിടെ ഈ പ്രവൃത്തി നടത്തണം. അത് ഈ ചൊവ്വാഴ്ച വന്ന ലോഡാണ്. ഇതുവരെ ഈ തർക്കത്തെ തുടർന്ന് ഇത് ഇറക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് എന്തായാലും അത് ഇനി എന്ത് പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇങ്ങനെയുള്ള അത് സാധാരണഗതിയിൽ ചുവട്ടിറക്ക് എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണോ? ടഫൻ ഗ്ലാസ് അടക്കമുള്ള അപകട സാധ്യതയുള്ള സാധനങ്ങൾ ഇറക്കുന്നതിന് അതിന് പ്രത്യേകം സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ വേണ്ടതല്ലേ? ഉറപ്പായും വേണ്ടതാണ്. അതിന്റെ യഥാർത്ഥ നിയമവശങ്ങൾ വിശദമായി പരിശോധിക്കപ്പെടേണ്ടതാണ്.
അതേസമയം അവർ പറയുന്നത് ഈ കോടതിയിൽ പോയാൽ അതാത് സംരംഭകർക്ക് സ്വന്തം ലേബർ കാർഡ് ഉണ്ടെങ്കിൽ ഇറക്കാമെന്ന കോടതി ഉത്തരവുകളൊക്കെ മുൻകാലത്ത് വന്നിട്ടുമുണ്ട്. ഗതിയിലുള്ള രൂപത്തിലുള്ളതല്ല, ഇത് വിദഗ്ധ തൊഴിലാണ്. വിദഗ്ധ തൊഴിലാളികൾക്ക് മാത്രമേ ഈ പ്രവൃത്തി ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന നിലപാടാണ് ഈ സംരംഭകർ, യുവസംരംഭകർ പറയുന്നത്. അതിനിപ്പോൾ അവർ കോടതിയെ സമീപിക്കണമെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോകാൻ തയ്യാറാണ് എന്നതാണ് അവർ പറയുന്നത്. അതേസമയം ഇതിന്റെ പേരിൽ ആക്രമിക്കും തുടങ്ങിയ ഭീഷണി ഉണ്ട് എന്നും ഈ സംരംഭകർ പറയുകയും ചെയ്യുന്നുണ്ട്. നിയമപരമായി പോകാം എന്നവർ. പോലീസിൽ പരാതിപ്പെട്ടിട്ട് എന്താണ് പോലീസ് ഇടപെടാത്തത്? ഇപ്പോൾ ഇത്രയും സംഘർഷം തുടങ്ങിയിട്ട് തന്നെ എത്ര മിനിറ്റുകളായി? ഇത് തത്സമയം കാണുന്നില്ലേ? മരട് പോലീസ് ഇങ്ങോട്ടൊന്ന് വന്നുകൂടെ? മരട് പോലീസ് ഇതുവരെ വന്നിട്ടില്ല. അതായത് നമ്മൾ പോലീസിൽ പോയി പരാതി കൊടുത്തപ്പോൾ പോലീസ് എന്താ ലാസ്റ്റ് പറഞ്ഞത്? പോലീസ് നമ്മൾ പരാതി കൊടുത്തപ്പോൾ അപ്പം തന്നെ വന്നു. അതായത് രാത്രി ഒരു 11 മണിക്ക് തന്നെ പോലീസ് ഇവിടെ വന്നു. അന്ന് ഈ സംഘർഷം ഇതേ രൂപത്തിലുള്ള സംഘർഷം ഉണ്ടായിരുന്നു. സംഘർഷം ഉണ്ടാവാതിരിക്കാൻ അവരെല്ലാവരും പിരിച്ചുവിട്ടു. രാവിലെ 10 മണിക്ക് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞു. ഞങ്ങൾ പോയി, ഞാനും ആൻ്റെയും പോയി. ഇവരും ഇവരുടെ ഒരു മീഡിയേറ്ററും ഉണ്ടായിരുന്നു, വന്നു. പക്ഷേ അവിടെ വെച്ച് അവർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞു സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞു. പക്ഷേ അവർക്ക് തന്നെ ഇറക്കണം എന്നാണ് പറയണേ. ഞങ്ങൾക്ക് ഓൾറെഡി എഗ്രിമെന്റ് ഉള്ളതാണ്. എന്ത് സെറ്റിൽമെന്റ് ധാരണ പറഞ്ഞു? അവർ പറഞ്ഞു എന്താണ് ഇവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇവർ തട്ടിക്കയറിയിട്ട് കാര്യമില്ലല്ലോ. എൻ്റെ ആവശ്യം എന്താണെന്ന് ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു. അതായത് ഇന്ന രീതിയിൽ ഇറക്കണം എൻ്റെ ആവശ്യം. ഇവരുടെ ആവശ്യം എന്താണെന്നില്ല ഇവർ പറയുന്നത് ഞങ്ങളെ ഇറക്കുള്ളൂ കൊണ്ടായി. ഈ ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഒരാൾ വന്ന് പറയുന്നു അങ്ങനെ ഒരു എഗ്രിമെന്റ് ഇല്ലാത്ത പക്ഷം നിങ്ങൾ നിയമപരമായി തന്നെ മുന്നോട്ട് പോകാന്നുള്ളത്. അതെ, ഞങ്ങൾ ഇതിന് മുന്നേ ടഫൻ ക്ലാസ് ഇറക്കിക്കൊണ്ടിരുന്നതാണ് യൂണിയൻകാരെ വെച്ച്. ഒരു സൈറ്റിൽ ഞങ്ങൾക്ക് വളരെ മോശം അനുഭവം ഉണ്ടായി. അതായത് കോമ്പൻസേഷൻ തരാമെന്ന് പറഞ്ഞ് 2 ക്ലാസ് പൊട്ടിച്ചതിന് ശേഷം കോസ്റ്റ് മാത്രമല്ല അടുത്ത ക്ലാസ് വരണേ 15 ദിവസം എടുക്കും. ഞങ്ങളുടെ വർക്ക് ഡിലേ ആയി, അതിൻ്റെ ഫൈനും ഞങ്ങൾക്ക് കിട്ടി. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ബാക്കി സാധനങ്ങൾ ഇറക്കിയോ, ഇത് ഇറക്കണമെങ്കിൽ നിങ്ങൾ ഷൂ ഇടണം, അത് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി. പ്ലസ് ഇതിറക്കാൻ വേണ്ടി ഗ്ലാസ് ക്യാച്ചർ വേണം. മാത്രമല്ല ഇപ്പോൾ മഴയുമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇതിനകത്ത് ഇവരെ കൊണ്ട് ഇറക്കിയാലും വേറെ ഞങ്ങളുടെ പണിക്കാരെ കൊണ്ട് ഇറക്കിയാലും ഞങ്ങൾക്ക് കാശ് കൊടുക്കണം. വലിയ ലാഭ വ്യത്യാസമൊന്നുമില്ല. പോലീസ് എന്താ ലാസ്റ്റ് പറഞ്ഞത്? നിസ്സഹായരാണെന്നാണ്. പോലീസ് പറഞ്ഞത് ക്രമസമാധാനം തകർക്കരുതെന്ന് എഴുതി വിട്ടിട്ടാണ് നമ്മളെ വിട്ടിരിക്കുന്നത്. ഞങ്ങൾ വേറെ ഇടപെടലൊന്നും നടത്തിയില്ല. കാരണം ഇത് തൊഴിലധിഷ്ഠിതമായ ഒരു പ്രശ്നം കൂടി നടത്തി സംയമനത്തിന് വേണ്ടി അവർ പോലീസ് ശ്രമിച്ചു. പക്ഷേ ഇനിയിപ്പോൾ ഞങ്ങൾ കോർട്ട് ഓർഡറിലേക്ക് പോയി. ഇന്നലെ കോർട്ട് അവധിയായിരുന്നു. ഇന്നിപ്പോൾ കമ്മീഷനെ കാണാൻ പോയിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. നാളെ കോൺഫറൻസിലാണെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ അല്ല, ഞാൻ ചോദിക്കുന്നത് ഇത് ഇപ്പൊ എങ്ങനെ പരിഹരിക്കാൻ പറ്റും? പ്രശ്നം പരിഹരിക്കാനായിട്ട് ഞങ്ങൾ ഈ സാധനം ഇറക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ ഈ യൂണിയൻ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള 12 മീറ്റർ അകലമാണ്. ആ അകലത്തിനുള്ളിൽ എവിടെ വേണമെങ്കിലും സാധനം ഇറക്കി വെച്ചാൽ ഞങ്ങൾ തയ്യാറാണ്. 12 മീറ്റർ? അതെ, 12 മീറ്ററേ ഉള്ളൂ. ഇത് 12 മീറ്റർ പോരാ, ഇത് അതേ കൂടുതലുണ്ടാവും. 12 മീറ്റർ ഇറക്കി വെച്ചാൽ അവർ പിന്നെ വേറൊരു സാധാരണ അങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ ഇവരുടെ പൂൾ ഏരിയയാണെന്ന് പറയുന്നു. ഇവിടെ മറ്റാർക്കും വന്ന് ലോഡ് ഇറക്കാൻ പറ്റില്ല എന്നാണോ ഇവർ നിർബന്ധം പിടിക്കുന്നത്? ഉടമയ്ക്ക് തീരുമാനിച്ചുകൂടെ ആരെ കൊണ്ടിറക്കണമെന്ന്? അതായത് ഈ പൂൾ ഏരിയയിൽ ഈ ഉടമ എന്ന് പറയുന്ന വ്യക്തി അല്ലാതെ മറ്റാർക്ക് അതാണല്ലേ? അതെ അതെ, ഞങ്ങളാണ് ഈ മുനിസിപ്പാലിറ്റിയിലെ എല്ലാ സ്ഥാപനങ്ങളിലും ഇതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടുള്ള നിരവധിയായ ക്ലാസ്സുകൾ ഇറക്കാൻ പരിചയസമ്പന്ന തൊഴിലാളികളാണ് നിൽക്കുന്നത്. ഒരു സ്ഥലത്തും ഒരു ചിന്നൽ പോലും ഇല്ലാതെ ഈ സാധനം സേഫ്റ്റി ആയിട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക്, മനസ്സിലായേ? പിന്നെ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത